ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഭിനവോദയ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വീട് വരച്ചാലോ? ചെറിയൊരു വീട് വരച്ച് നമുക്ക് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? വാ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലൊരു പേപ്പർ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മാക്സിമം ഔട്ട്ലൈൻ ലൈറ്റായിട്ട് ഇടുക. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഡാർക്കായിട്ട് ഇടുകയാണ്. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കാണാൻ പറ്റൂ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വീടിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. ആദ്യം ലൈറ്റ് ടോൺ എന്നിട്ട് ഡാർക്ക് ടോൺ, ആ ഒരു രീതിയിലായിരിക്കും ഞാനിത് ഫുള്ള് ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഷെയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഒറ്റ പെൻസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 8B ഈ ഒരു പെൻസിൽ മാത്രമാണ് ഞാനിത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റും ഡാർക്കും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒറ്റ പെൻസിലിൽ ലൈറ്റും ഡാർക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ചാണ് അത് ലൈറ്റും ഡാർക്കും ഒക്കെ ആവുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പ്രഷർ കുറച്ച് ഷെയ്ഡ് ചെയ്യും. അതിനുശേഷം താഴോട്ട് വരുംതോറും പ്രഷർ കൂട്ടിയാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ വളരെ പ്രഷർ കുറച്ച് ആണ് ഞാനിവിടെ മുകൾ ഭാഗത്ത് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത്. ഇനി താഴോട്ട് വരുന്ന അനുസരിച്ച് അതിൻ്റെ പ്രഷർ ജസ്റ്റ് പതിയെ പതിയെ കൂട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി പ്രഷർ കൂട്ടിയാണ് ഷെയ്ഡ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്ത് എടുക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് ഡാർക്കാകാൻ വേണ്ടി ഒരുപാട് പ്രഷർ കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ ഡാർക്കാക്കി എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെയർ ബൈ ലെയറൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു സിംഗിൾ പെൻസിൽ മാത്രം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് പ്രഷർ കൂട്ടിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട് വരച്ച് ഷെയ്ഡ് ചെയ്തത്. ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ പെൻസിലാണ്. 8Bയുടെ ഒരു സിംഗിൾ പെൻസിൽ മാത്രമാണ് ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പം ലെയർ ബൈ ലെയറൊക്കെ ആയിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിവിടെ ഞാൻ ഒറ്റ പെൻസിൽ യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തെടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനൊന്ന് അനേബിൾ ചെയ്തിരിക്കുക. ഓക്കെ. താങ്ക് യു.